പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ക്വിസ് മത്സരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിലും കൊല്ലത്ത് രാമൻകുളങ്ങരയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലുമാണ് നിലവിൽ മത്സരം നടക്കുന്നത്. ഭാരത് ഹേ ഹം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് മത്സരം. രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, നിലവിൽ ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? രാജ്യത്തെ വിദ്യാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ക്വിസ് മത്സരമാണ് ഇന്ന് ഓരോ ജില്ലകളിലും സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഈ പരിപാടി. ജില്ലയിലെ വിവിധ സ്കൂളുകൾ, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികൾ ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഭാരത് ഹേ ഹം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിലവിലിപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്ലേ ചെയ്യുന്നത്. ഈ വിഷയത്തെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറെ അറിയപ്പെടാത്ത നായകന്മാരുടെ സംഭാവനകളെ ഉയർത്തിക്കാട്ടുന്ന ഒരു ദൂരദർശൻ സീരിയലുണ്ട്. ആ സീരിയലാണ് കുട്ടികൾക്ക് മുന്നിൽ നിലവിലിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഇവർക്ക് ഒരു ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ ഈ അടുത്ത ഘട്ടത്തിൽ നൽകുക. ഇതിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികൾ അവർക്ക് പ്രത്യേകം ടീമുകളായി തിരിച്ചുകൊണ്ടുള്ള മറ്റ് മത്സരങ്ങളും ഉണ്ടാകും. ഈ ഇവന്റിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതോടൊപ്പം തന്നെ ഓരോ വിദ്യാർത്ഥിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച വളരെ പ്രചോദനാത്മക പുസ്തകമായ എക്സാം വാരിയേഴ്സ് എല്ലാ കുട്ടികൾക്കും നൽകും. അതോടൊപ്പം മികച്ച 3 ടീമുകളെ AIG പൂമ്പുടലി ICS അനുമോദിക്കുകയും ചെയ്യും. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ പരിപാടി, അതായത് പരീക്ഷാ പേ ചർച്ച, അതായത് കുട്ടികളിലെ പരീക്ഷയുടെ സമ്മർദ്ദവും അവർക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം തേടാനും ഒക്കെയുള്ള പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. അത് 2018 മുതൽ ഓരോ വർഷവും നടന്നു വരുന്ന ഒരു പരിപാടിയാണ്. നിരവധി ആളുകളുടെ പങ്കാളിത്തം ഈ നിരവധി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഈ പരീക്ഷാ പേ ചർച്ചയ്ക്കുണ്ട്. ഏതായാലും അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ക്വിസ് മത്സരം ഓരോ ജില്ലകളിലും ഒരു സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. വളരെ വിജയകരമായിട്ട് ക്വിസ് മത്സരം ആരംഭിച്ചിട്ടുണ്ട്. 100ഓളം വിദ്യാർത്ഥികളാണ് ഒരു ജില്ലയിൽ പങ്കെടുക്കുന്നത്. ശരി, ഇപ്പോൾ കൊല്ലത്ത് രാമൻകുളങ്ങരയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലും ക്വിസ് മത്സരം നടക്കുകയാണ്. മനോജ് ചേർന്നുണ്ട്. മനോജ്, എത്രത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്? വിഷ്ണു, 100 വിദ്യാർത്ഥികളെയാണ് സ്കൂളിൽ പ്രതീക്ഷിക്കുന്നത്. 10 സ്കൂളുകളിൽ നിന്നായാണ് വിദ്യാർത്ഥികൾ എത്തുന്നത്. പരീക്ഷാ പേ ചർച്ച, അതായത് പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ക്വിസ് കോമ്പറ്റീഷനാണ്. അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. എന്തായാലും വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ ഈ ക്ലാസ് മുറികളിൽ എത്തിയിട്ടുണ്ട്. 3 ക്ലാസ് മുറികളിലായാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഒന്നിച്ചിരുത്തി അവർക്ക് മുന്നിൽ ഈ എപ്പിസോഡുകൾ പ്ലേ ചെയ്തുകൊണ്ട് അതിന് പിന്നോടിയായാണ് ഇത്തരത്തിൽ ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കുക. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ്. വിദ്യാർത്ഥികളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷയോടുള്ള സമ്മർദ്ദം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രധാനമന്ത്രിയുമായി സംവദിക്കുവാനുള്ള ഒരു പരീക്ഷാ പേ ചർച്ച എന്നുള്ള ഒരു ആശയം, അത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ അതിനു മുന്നോടിയായിട്ട് നടത്തുന്ന ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ ക്ലാസ് മുറികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാവുന്നുണ്ട്. രാമൻകുളങ്ങരയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഇപ്പോൾ ഈ 10 സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കാൻ പോകുന്നത്. നമുക്കതോടൊപ്പം തന്നെ ഇവിടെയുള്ള 9ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്ക്രീൻ, അതായത് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള എപ്പിസോഡുകൾ പ്ലേ ചെയ്യുക. അത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും പ്രധാനമന്ത്രിയുമായുള്ള ചിത്രമൊക്കെ ഉണ്ട്. അതിൽ തന്നെ പരാക്രമ ദിവസ് എന്നുള്ള കാര്യം, അതിൽ ക്വിസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായി തന്നെ ആ ദിവസത്തെക്കുറിച്ചുള്ള കാര്യവും പറയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കും എന്നാണ് അധ്യാപകർ അറിയിച്ചിട്ടുള്ളത്. ഈ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷനിൽ, അതായത് ഇവിടെ വിജയിക്കുന്ന 3 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നൽകും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ പ്രധാന
മന്ത്രി പരീക്ഷാ പേ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ സംഘടിപ്പിക്കാൻ അതിന് നേതൃത്വം നൽകുന്ന ഈ സ്കൂൾ പ്രിൻസിപ്പൽ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും 100 വിദ്യാർത്ഥികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പരീക്ഷാ പേ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് നടത്തുന്നത്. കൊല്ലം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 100 കുട്ടികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് 10 കുട്ടികൾ, കൊട്ടാരക്കര നവോദയ വിദ്യാലയത്തിൽ നിന്ന് 10 കുട്ടികൾ, മറ്റു സ്കൂളുകളിൽ നിന്ന് 80 കുട്ടികൾ അവർ വരും. അതനുസരിച്ചിട്ട് നമ്മുടെ അൺസങ് ഹീറോസിൻ്റെ ഒരു 5 എപ്പിസോഡ് നമ്മളിവിടെ പ്രദർശിപ്പിക്കും. അത് കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വിസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ ഏറ്റവും ടോപ്പ് വരുന്ന 3 പേർക്ക് സർട്ടിഫിക്കറ്റും പിന്നെ അതുപോലെ തന്നെ അവർക്ക് പുസ്തകങ്ങളും കൊടുക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രചിച്ച എക്സാം വാരിയേഴ്സ് എന്ന് പറയുന്ന ബുക്സിൻ്റെ കോപ്പിയും കൊടുക്കും. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. എത്ര സമയമാണ് ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നത്? 1 മണിക്കൂർ ഈ പ്രോഗ്രാം കാണുന്നതിനും പിന്നെ ഒരു അരമണിക്കൂർ ക്വിസ് പ്രോഗ്രാം. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. തന്നെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ഈ സമ്മർദ്ദം കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ഈ പരീക്ഷയിലുള്ള മറ്റ് പേടികളും അതോടൊപ്പം അവരുടെ ഈ വരും തലമുറയിലേക്ക് അവരെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷാ പേ ചർച്ച എന്നുള്ളൊരു പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുവാനുള്ള ഒരു സംവിധാനം. അപ്പോൾ അതെങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതലായി ഉപകാരപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ ഇത് 8ാമത്തെ എഡിഷനാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായി എന്നാണ് നമ്മുടെ എല്ലാം ഒരു വിലയിരുത്തൽ. അപ്പോൾ 8ാമത്തെ വർഷം ഇനി വീണ്ടും ഈ വർഷവും ആ പരിപാടി ഉണ്ടാവും. അതിൻ്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഇന്ന് ഈ ക്വിസ് പ്രോഗ്രാം. 2ാമത്തെ ഘട്ടം പ്രധാനമന്ത്രി നേരിട്ട് കുട്ടികളുമായിട്ട് സംവദിക്കും. അപ്പോൾ അത് കുട്ടികളുടെ എല്ലാം ചർച്ചയായിട്ടുണ്ട്. അവരുടെ പരീക്ഷയുടെ പേടി, കാര്യം പരീക്ഷ എന്ന് പറയുന്നത് നമ്മളൊക്കെ എഴുതുമ്പോഴും പരീക്ഷയ്ക്ക് എപ്പോഴും പേടിയാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരീക്ഷാ പേടിയിൽ നിന്ന് ഒരു റിലാക്സേഷൻ, സ്ട്രെസ് ഫ്രീ ആവുന്നതിന് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. ഇപ്പോൾ 9ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ? 9ാം ക്ലാസ്സിനും 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവർക്ക് ഇടയിൽ അതായത് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ആ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവർ തന്നെ സ്വന്തമായി അതെ തയ്യാറെടുപ്പുണ്ട്, അതിനോട് തയ്യാറെടുപ്പുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും പരീക്ഷ എന്നുള്ള ഒരു പേടി അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുമെന്നാൽ ഇത്തരത്തിലൊരു സംവിധാനം വന്നതിന് ശേഷം അതായത് ഈ പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ച എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അവർക്കിടയിലെ ആ ഒരു സമ്മർദ്ദവും പേടിയുമെല്ലാം മാറുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലൊരു വിലയിരുത്തലാണ് അധ്യാപകർക്ക് പോലുമുള്ളത്. എന്തായാലും അതിന് മുന്നോടിയായി നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വിദ്യാർത്ഥികൾ അവർ ഓരോരുത്തരും അങ്ങനെ കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് എപ്പിസോഡുകൾ അല്പസമയത്തിനകം തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്തായാലും തയ്യാറെടുത്ത് തന്നെയാണ് വന്നത്. എക്സൈറ്റഡ് ആണ് തുടങ്ങാൻ വേണ്ടി. ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും ട്രൈ ചെയ്യാം. ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ അതായത് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നു, അതായത് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു പരീക്ഷാ പേ ചർച്ച എന്നുള്ളൊരു സംവിധാനമുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷവും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കും. ഇനി പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. നടത്തും. പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. അത് നടക്കുവാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ട്രൈ ചെയ്യും. നല്ല രീതിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ പ്രതികരിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഈ ഒരു പരീക്ഷയെക്കുറിച്ചൊരു പേടിയൊക്കെ ഉണ്ടോ മനസ്സിൽ? ഇല്ല. അതൊക്കെ മാറി തുടങ്ങി. തയ്യാറെടുത്തിരിക്കുകയാണ്. അതെ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ലേക്ക് ഫോർട്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലേ? അതെ. അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ തയ്യാറെടുത്ത് ഇരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുവാനുള്ള മറ്റു കാര്യങ്ങളിലേക്കാണ് അധ്യാപകർ അവർ അതിൻ്റെയൊക്കെ ഒരുക്കത്തിലാണ്. എന്തായാലും രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതോടുകൂടി തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പിസോഡുകൾ പ്ലേ ചെയ്യുക. അതിനനുസരിച്ചാകും ഈ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുക. 1 മണിക്കൂറാണ് ഈ എപ്പിസോഡുകൾ കാണുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള സമയം. അത് കഴിഞ്ഞ ശേഷം അരമണിക്കൂർ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കും. അത് കഴിഞ്ഞ ശേഷമാണ് ഇതിൽ നിന്നും 3 വിദ്യാർത്ഥികളെ വിജയിക്കുന്ന 3 വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് അതിനുവേണ്ട സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതും. എന്തായാലും ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുമെന്നുള്ള കാര്യമാണ് അധ്യാപകരും അറിയിച്ചിട്ടുള്ളത്.
കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് ഈസ്റ്റ് PM കേന്ദ്രീയ വിദ്യാലയത്തിലും ഈ ഒരു ക്വിസ് മത്സരത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അനഘ ചേരുന്നുണ്ട്, അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്തായി ഒരുക്കങ്ങൾ? അനഘ ചേരുകയാണ് കോഴിക്കോട് PM കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും. അനഘ, ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ക്വിസ് മത്സരവും ഒരു വീഡിയോ പ്രദർശനവും ഒക്കെ തന്നെ ഈ സ്കൂളിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇതിനോടകം തന്നെ രജിസ്ട്രേഷനൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാലയത്തിൽ നിന്നുള്ള കുട്ടികൾ, 100ഓളം കുട്ടികൾ ഇപ്പോൾ തന്നെ ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ വീഡിയോ ആസ്പദമാക്കിയിട്ടായിരിക്കും ക്വിസ് മത്സരം നടക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ സ്കൂളിൽ നടക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഏറ്റവും നല്ലൊരു ആശയമായിരുന്നു ഇത്. സ്കൂളിലെ കുട്ടികൾക്ക് പരീക്ഷാ പേടി അകറ്റുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഈ പ്രോഗ്രസ് കാർഡ് രക്ഷിതാക്കളുടെ വിസിറ്റിംഗ് കാർഡ് അല്ലെന്നും പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പരീക്ഷാ പേ ചർച്ച ഈ സ്കൂളിൽ ഇപ്പോൾ ആരംഭിക്കും. അനഘ സൂചിപ്പിച്ചതുപോലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ആകാംക്ഷയിൽ തന്നെയാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഉടൻ തന്നെ മത്സരം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലാണ് ഈ ഒരു ക്വിസ് മത്സരം നടക്കുന്നത്. തത്സമയമാണ് പ്രേക്ഷകരും കണ്ടത്. ദൃശ്യങ്ങളൊക്കെ തന്നെയും കോഴിക്കോട് നിന്നും അനഘയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.